നമ്മളിനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. BJP ചരിത്ര വിജയമാണ് ഡൽഹിയിൽ നേടിയത്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ അധ്യക്ഷതയിൽ നിയുക്ത MLA-മാരുടെ യോഗവും ചേർന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുക. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, MLA-മാരുടെ യോഗം കഴിഞ്ഞല്ലോ, അത്തരമൊരു ധാരണയില്ലെന്നാണോ ഈ പ്രധാനമന്ത്രിയുടെ യോഗത്തിലായിരിക്കുമോ ഈ തീരുമാനം? ബൽറാം, ഉന്മേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ തന്നെയായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ചേർന്നായിരിക്കും ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ന് ചേർന്ന രണ്ട് യോഗങ്ങൾ എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനും തമ്മിൽ അമിത്ഷായുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമികമായി ചർച്ചകൾ, എന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വിളിച്ച യോഗം 48 നിയുക്ത MLA-മാർക്കൊപ്പം തന്നെ 2 MP-മാരും പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ യോഗത്തിന് ഒന്നാകെയും അഭിപ്രായം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ അംഗങ്ങളെയും, ഓരോ നിയുക്ത MLA-യെയും അടുത്ത് വിളിച്ച സംസ്ഥാന അധ്യക്ഷൻ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരം നൽകിയിട്ടുണ്ട്. ഈ പല പേരുകൾ നിലവിലും ഇപ്പോൾ ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായുള്ള വിവരങ്ങളാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. അത് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, വിജേന്ദർ ഗുപ്ത നിലവിലെ പ്രതിപക്ഷ നേതാവ്, കൂടാതെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയ സ്ഥാനാർത്ഥി അടക്കമുള്ള നിരവധി പേരുകൾ ഈ ഘട്ടത്തിലും പരിഗണനയിലുണ്ട്. എങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം അത് അന്തിമമായിരിക്കുമെന്നും നേരത്തെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സമാനമായ ഒരു സസ്പെൻസ് ഡൽഹിയിലും ഉണ്ടാകും എന്നുമുള്ള സൂചനകളും BJP ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആര് എന്ന ചോദ്യം ഈ ഒരു ഘട്ടത്തിലും, അതായത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോഴും നിലനിൽക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ യോഗത്തിന് ശേഷം മാത്രമേ ഡൽഹി മുഖ്യമന്ത്രി ആരെന്നതിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ.